രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാനൊരു 5-8 ദിവസം കൂടിയാണ് വീഡിയോയിലേക്ക് വരുന്നത്. ഞങ്ങൾക്ക് ഒരു ആശുപത്രി കേസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രി അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇളയ മോള് ഇപ്പോൾ അഡ്മിറ്റാണ്. അത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്രയിലായിരുന്നു. നമുക്ക് ഇന്നൊരു കാപ്പിക്ക് വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലൊരു ഐഡിയയും കാണാനിട്ട് ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു കാപ്പി നമ്മുടെ ചിന്തയിൽ നിന്ന് ആലോചിച്ചെടുത്തതാണ്. ഒരു ഗോലി ഇഡലി എന്ന് പറയും. അതിന് നമുക്ക് അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് തുള്ളി വെളിച്ചെണ്ണ, നമുക്ക് ഒരു സബോള പൊടിയായി അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി 2 കഷ്ണം പൊടിയായി അരിഞ്ഞത്, ക്യാരറ്റ് 2 ചെറിയ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ഒരു ഇച്ചിരി ചെറുപയർ പരിപ്പ്, ഉഴുന്നാണേലും ഇതിന് പകരം ഉഴുന്നാണേലും ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഒരു തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ലതാണ്. അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചേർക്കാം. ഒരു എണ്ണ ഒഴിച്ച് കടുക് വറുക്കാനായിട്ട് ഒരു തുള്ളി കടുക്, ഒരു ബൗൾ നിറയെ പച്ചരി വറുത്ത പച്ചരിപ്പൊടിയാണിത്. അതിന് ആവശ്യത്തിന് അതേ അളവിന് വെള്ളം കൂടെ ആവശ്യമാണ്. കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത്, ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് വഴറ്റിയെടുക്കാനുള്ള വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒന്ന് തിളച്ച് വന്നോട്ടെ എണ്ണയെ. തിളച്ച് വന്നിട്ടുണ്ട്. ഒത്തിരി കടുകിടണ്ട, ഒരു 5-6 കടുക് അത് മതി. നമ്മൾ ഇത് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സബോള ഇതെല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കും. തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് നമ്മുടെ സബോള, നമ്മൾ സാധാരണ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റുന്ന പോലെ നമ്മളിത് സബോള ഒരെണ്ണം, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ ചെറുപയർ പരിപ്പ്, ഇത് വറുത്ത് വെച്ചിരുന്ന ചെറുപയർ പരിപ്പാണ്. അതുകൂടെ ഒന്ന് ആവശ്യത്തിന് ഉപ്പൂടെ, ആവശ്യത്തിന് ഉപ്പൂടെ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിക്ക് ആവശ്യമായ ഉപ്പ്. സാധാരണ ഇഡലിയൊക്കെ ഉണ്ടാക്കണേ നമ്മൾ തലേന്ന് പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് തലേന്ന് അരച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ് പതിവ്. ഇത് ഉഴുന്നരയ്ക്കേണ്ട ആവശ്യമില്ല, പച്ചരി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കാവുന്നൊരു ഐറ്റമായിട്ട് കണക്കാക്കാം. നമ്മുടെ ഈ പൊടി എടുത്തേക്കുന്ന ബൗളിൽ അതേ അളവിനാണ് വെള്ളം കൂടെ നമ്മൾ എടുത്തേക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. അതിനകത്തോട്ട് നമ്മൾ ഈ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ വെട്ടി കാണിക്കട്ടെ. സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ പശുമ്പാൽ ടേസ്റ്റിന് വേണ്ടി ചേർക്കത്തില്ലേ, അതുപോലെ നമുക്ക് ഇതിനകത്ത് ഈ വെള്ളത്തിനകത്ത് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പാല് ഉപയോഗിക്കാത്തവർക്ക് വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തേങ്ങ, ഒരു ബൗൾ തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂടുതൽ തേങ്ങ ഇടുന്നു. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടം, ഇപ്പം അസുഖക്കാരൊക്കെ ആയതുകൊണ്ട് തേങ്ങ ഒത്തിരി ഒന്നും ഉപയോഗിക്കാത്തവരായിരിക്കും കൂടുതലും അധികം പേര്. തേങ്ങ കുറച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം, കൂടുതൽ ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പുണ്ട്, വെള്ളത്തിൻ്റെ ഉപ്പുണ്ട്. ഈ ഒന്ന് സിമ്മിലാക്കിയിട്ട് കുറേശ്ശെ ഈ പൊടി ഒന്നിട്ട് ഇളക്കി കൊടുക്കണം.
നല്ലപോലെ ഇതൊന്ന് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ മാവ് നല്ലതായിട്ട് മിക്സാക്കി കുഴച്ചിടും. രുചിക്ക് വേണ്ടി ഇച്ചിരി നെയ്യൂടെ അതിനകത്തോട്ട്, നെയ്യോ ബട്ടറോ എന്ത് വേണേലും ചേർക്കാം. നമുക്ക് നല്ല ബട്ടർ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അങ്ങനെയാണേലും ചേർക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഇച്ചിരി ചേർത്ത് കൊടുത്തേക്കുന്നത്. ആവി അടിച്ചാൽ ഒന്ന് ഇതായിക്കോട്ടെ, എന്തിതായിക്കോട്ടെ. നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി ഒരു വലിയ ബേസിൻ്റെ അകത്ത് നിരത്തി വെച്ചേക്കുവാണ്. ചൂടൊന്ന് ആറിയിട്ട് ഒന്ന് നമ്മൾ കൈ വെച്ചൊന്ന് നല്ലപോലെ മയപ്പെടുത്തിയെടുക്കും. അപ്പോൾ ഇത് കണ്ട ഉപ്പുമാവ്, റവ ഉപ്പുമാവ് ഉണ്ടാക്കിയ അതേമാതിരി തന്നെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് ആ ക്യാരറ്റിൻ്റെ കളറും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ, നല്ല ഉപ്പുമാവിൻ്റെ ആ രീതിക്ക് തന്നെയുണ്ട്. ഇത് നമുക്കൊന്ന് കുഴച്ച് നല്ല മയപ്പെടുത്തി ഒന്ന് എടുക്കണം. നമ്മൾ ആ മാവ് നല്ലപോലെ കുഴച്ച് നല്ല മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പരുവത്തിന് ഉണ്ട്. ഇതൊന്ന് നമുക്ക് റെസ്റ്റിന് വെക്കാം. നമ്മൾ ആ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് ഉരുട്ടാൻ തുടങ്ങുവാണ്. ഇത് ഈ വലിപ്പത്തിൽ മാവെടുത്ത് നമ്മൾ ഉരുട്ടി വെക്കണം. ഗോലി ഇഡലി എന്നാണ് അതിന് പറയുന്ന പേര്, അതുകൊണ്ടായി ഉരുട്ടി എടുക്കുന്നത്. ഇഡലി ആവിക്ക് വെച്ച് പുഴുങ്ങാനായിട്ട് നമ്മുടെ ഇഡലി പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ബൗൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുവാണ്. ഇഡലി പാത്രം ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് പറ്റാൻ സാധ്യതയുണ്ട്. അതിനായിട്ട് കൂടുതൽ വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കും. മാവ് തിളച്ച വെള്ളത്തിൽ വെന്ത മാവാണ്, എന്നാലും നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ. നമ്മുടെ ഗോലി ഇഡലി അവിടെ ഉരുട്ടി ബോൾ പിടിച്ച് തീരാറായിട്ടുണ്ട്. നമുക്കത് മൊത്തം ബോൾ പിടിച്ചതിന് ശേഷം തട്ട് വെച്ച് ഇതിനകത്തോട്ട് വെക്കാം. നമ്മുടെ ആ മാവെല്ലാം ഗോലിയായിട്ട് ഉരുട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് കഴിഞ്ഞു. തട്ട് വെച്ച് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വാഴയില കൂടെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പിറക്കി ഓരോന്നായിട്ടങ്ങ് വെക്കുക. നിങ്ങൾക്ക് ക്യാരറ്റിന് പകരം ചുമന്ന ചീരയില കിട്ടുവാണെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ബീട്രൂട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കാം. അതൊക്കെ പോഷക ഗുണമുള്ള പച്ചക്കറികളാണ്. വെച്ച് കൊടുക്കുവാണ്. ചെറിയ പാത്രമായതുകൊണ്ട്, വലിയ പാത്രമാണെങ്കിൽ നല്ലതാണ്. നമ്മൾ 2 തട്ടയിലായിട്ട് 2 ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുവാണ്. 10 മിനിറ്റ് ഒന്ന് വേകട്ടെ. മാവ് വെന്തതായതുകൊണ്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതായതുകൊണ്ട് മുക്കാലും വെന്ത മാവാണ്. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മുടെ ഗോലി ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് എങ്ങനെയായെന്നൊന്ന് തുറന്നു നോക്കാം. ആറിക്കഴിഞ്ഞാലേ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. നല്ല മയത്തിൽ ഉണ്ടോ, നല്ല മയമായിട്ടുണ്ടോ, നമുക്ക് തൊട്ട് നോക്കുമ്പം തന്നെ അറിയാം. തട്ടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോലി ഇഡലിയും കുറുകിയ വെള്ള കളറിൽ തേങ്ങ അരച്ചുള്ള വെള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും.
ചമ്മന്തി മുക്കി ഇത് കണ്ടോ, ഇതെടുത്ത് കണ്ടോ, നല്ല മയമാണ്ടില്ലേ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ചമ്മന്തി മുക്കി നല്ല സൂപ്പറാട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. ഓക്കെ.